ശമ്പളം മേടിച്ച വിനീത കുമാരിയും ശ്രീമതി ബീനയും രൂപ 6 മാസത്തിൽ ഒരിക്കലാണ് ഇത് ശരിയല്ല. നിങ്ങൾ ആങ്കറല്ല. ഒരു മിനിറ്റ് പറഞ്ഞില്ലല്ലോ. അര മിനിറ്റ് അല്ല, വ്യക്തത വരുത്താൻ എനിക്കറിയാം. എന്നെ വ്യക്തത വരുത്താൻ താങ്കൾ വരണ്ട, അതിനായിട്ടില്ല. ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നത് എന്റെ പാർട്ടിയുടെ നിലപാട് ഉയർത്തിപ്പിടിക്കാനാ. ഷിബു മൂരാൻ പറഞ്ഞു 10 മിനിറ്റ്, ഒരക്ഷരം ഞാൻ മിണ്ടിയില്ല. ശ്രീമതി റോസമ്മ പറഞ്ഞു 8 മിനിറ്റ്, ഒരക്ഷരം ഞാൻ മിണ്ടിയില്ല. 18 മിനിറ്റ് കേട്ടിരുന്നു. ഞാൻ പറഞ്ഞ അര മിനിറ്റ് ആയപ്പോഴേക്കും താങ്കൾക്ക് എന്നെ വ്യക്തത വരുത്തണം. താങ്കൾ ആദ്യം കൂടെ ഇരിക്കണവരെ വ്യക്തത വരുത്ത്, എന്നിട്ട് CPM-ന്റെ പ്രതിനിധിയെ വ്യക്തത വരുത്താൻ പറ്റുന്നത്. മര്യാദയ്ക്ക് കേട്ടാ മതി. ഞാൻ പറഞ്ഞപ്പോ എന്താ താങ്കൾക്ക് എത്ര ബുദ്ധിമുട്ട്? 233 രൂപ എന്ന 37 ദിവസമായി പുലമ്പുന്ന ആള് ഇപ്പൊ സ്വയം മേടിച്ചിരിക്കുക 391 രൂപ ദിവസം. അതുപോലെ തന്നെ വിനീത കുമാരി, ബീന കൂടെ 2 പേർ, അവർ മേടിച്ചത് 13,040 രൂപ വെച്ച്. അതായത് ഒരു ദിവസം 434.67. സത്യം സാമർത്ഥ്യത്തെക്കാൾ സുന്ദരമാണ് സ്മൃതി. ഇത്ര നുണ പറഞ്ഞ അവരുടെ വായിൽ നിന്ന് തന്നെ വന്നില്ലേ ഞങ്ങൾ ഇത് വാങ്ങിച്ചു എന്ന്. അങ്ങനെ 434 രൂപ ദിവസം മേടിക്കുന്ന ആള് വന്ന് പറയാ 233 രൂപയ്ക്ക് ഇവിടെ സമരം നടത്തുന്നു. എന്താ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ്? കക്കൂസ് മാലിന്യം ചോക്കുന്നവരാണ് ഇവിടുത്തെ ആശാ വർക്കേഴ്സ്. അതുപോലെ വീട്ടുജോലി ചെയ്യുന്നവരാണ്, ഓരോ വീടുകളിലും പോയി വീട്ടുജോലി ചെയ്യുന്നവരാണ് ആശാ വർക്കേഴ്സ്. നിങ്ങൾ ചോദിച്ചോ ഏതെങ്കിലും ആശാ വർക്കേഴ്സിന് അത്തരം ചുമതല ഈ സ്കീമിന്റെ ഭാഗമായി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചോ? ഒരാളും ചോദിച്ചില്ലല്ലോ. എന്താ ഇതിങ്ങനെ ആ സമരത്തെ അങ്ങ് പൊലിപ്പിക്കാൻ വേണ്ടി നുണ തന്നെ പറയുന്നു. ആശാ വർക്കേഴ്സിന് സ്കീം പ്രകാരം ഇവിടെ ജോലി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര തീരുമാനിച്ച് എന്തൊക്കെ ചെയ്യണം.